ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നവംബർ 15-ാം തീയതിയിൽ വന്ന PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ്. ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചത് 2025-ലാണ്. ഇത് 55-ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്കാണ് മികച്ച നടൻ മമ്മൂട്ടി. മികച്ച നടി ഷംല ഹംസ. സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ അഭിനയത്തിന് ഷംല ഹംസയ്ക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥാകൃത്ത് ഒരേ ആളാണ്, ചിദംബരം. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്കാണ് ചിദംബരത്തിന് മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. കലാമൂല്യവും ജനപ്രീതിയുമുള്ള മികച്ച ചിത്രം പ്രേമലു. പ്രേമലു സംവിധാനം ചെയ്തത് ഗിരീഷ് ഏടി. കലാമൂല്യവും ജനപ്രീതിയുമുള്ള മികച്ച ചിത്രം പ്രേമലു. പ്രേമലു സംവിധാനം ചെയ്തത് ഗിരീഷ് ഏടി. രണ്ടാമത്തെ മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. രണ്ടാമത്തെ മികച്ച ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദ്. മികച്ച സ്വഭാവ നടൻ. മികച്ച സ്വഭാവ നടന് 2 പേർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ. സൗബിൻ ഷാഹിറിന് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിനും സിദ്ധാർത്ഥ് ഭരതന് ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്കുമാണ് മികച്ച സ്വഭാവ നടന്മാർക്കുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച സ്വഭാവ നടി ലിജോ മോൾ ജോസ്. സ്വഭാവ നടി ലിജോ മോൾ ജോസ്. സിനിമ നടന്ന സംഭവം. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച നടന്മാരാണ് ടൊവിനോ തോമസ്, ആസിഫ് അലി. ടൊവിനോ തോമസിന് ARM എന്ന സിനിമയ്ക്കും ആസിഫ് അലിക്ക് കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയ്ക്കുമാണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത്. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച നടിമാരാണ് ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ. ജ്യോതിർമയിക്ക് ബോഗൻവില്ല എന്ന് പറഞ്ഞ സിനിമയ്ക്കും ദർശന രാജേന്ദ്രന് പാരഡൈസ് എന്ന സിനിമയ്ക്കുമാണ് പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത്. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ഷംല ഹംസ അഭിനയിച്ച സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ആ സിനിമയുടെ സംവിധായകനാണ് ഫാസിൽ മുഹമ്മദ്. അദ്ദേഹത്തിനാണ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗാനരചയിതാവ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി. മികച്ച ഗാനരചയിതാവ് ഹിരൺദാസ് മുരളി. മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്കാണ് മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് ലഭിച്ചത് ഷൈജു ഖാലിദ്. മികച്ച തിരക്കഥ അമൽ നീരദ്, ബോഗൻവില്ല. മികച്ച തിരക്കഥ അമൽ നീരദ്, സിനിമ ബോഗൻവില്ല. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം, സിനിമ ബോഗൻവില്ല. മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം, ബോഗൻവില്ല. മികച്ച ഗായകൻ KS ഹരിശങ്കർ. മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചത് KS ഹരിശങ്കർക്കാണ്. മികച്ച ഗായിക സെബ ടോമി. മികച്ച ഗായിക സെബ ടോമി. മികച്ച എഡിറ്റർ ES സൂരജ്. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ എഡിറ്ററായ ES സൂരജിനാണ് മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക്സ് സേവ്യർ. ബോഗൻവില്ല എന്ന സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് റോണക്സ് സേവ്യർ. മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ്. അതും ബോഗൻവില്ല എന്ന സിനിമയുടെ വസ്ത്രാലങ്കാരത്തിനാണ് സമീറ സനീഷിന് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അടുത്തത് കുറച്ച് വിയോഗങ്ങളാണ്. അപ്പോൾ അത് നോക്കാം. കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് മാനുവൽ ഫ്രെഡറിക് അന്തരിച്ചു. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു കണ്ണൂർ സ്വദേശിയായ മാനുവൽ ഫ്രെഡറിക്. അപ്പോൾ കേരളത്തിൻ്റെ ആദ്യ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് മാനുവൽ ഫ്രെഡറിക്. ഏത് ഒളിമ്പിക്സിലാണ്? 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കലം ലഭിച്ചു. ആ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫ്രെഡറിക്. മാനുവൽ ഫ്രെഡറിക് കണ്ണൂർ സ്വദേശിയാണ്. അടുത്തത് മുൻ മന്ത്രി MR രഘുചന്ദ്ര ബാൽ അന്തരിച്ചു. മുൻ മന്ത്രി MR രഘുചന്ദ്ര ബാൽ അന്തരിച്ചു. ഈ MR രഘുചന്ദ്ര ബാൽ K കരുണാകരൻ മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിയായിരുന്നു MR രഘുചന്ദ്ര ബാൽ. അടുത്തത് ജീവൻ്റെ രഹസ്യമായ
DNA-യുടെ പിരിയൻ ഗോവണി ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു. അപ്പോൾ DNA-യുടെ പിരിയൻ ഗോവണി ഘടന കണ്ടുപിടിച്ചത് 2 ശാസ്ത്രജ്ഞന്മാരാണ്, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അതിൽ ജെയിംസ് വാട്സണാണ് അന്തരിച്ചത്. അപ്പോൾ ജീവൻ്റെ രഹസ്യമായ DNA-യുടെ പിരിയൻ ഗോവണി ഘടന കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അതിൽ ജെയിംസ് വാട്സൺ അന്തരിച്ചു. US-ൻ്റെ 46ാമത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന ഡിക് ചെനി അന്തരിച്ചു. US-ൻ്റെ 46ാമത്തെ വൈസ് പ്രസിഡൻ്റാണ് ഡിക് ചെനി. അപ്പോൾ 46ാമത്തെ പ്രസിഡൻ്റ് ആരായിരുന്നു? 46ാമത്തെ പ്രസിഡൻ്റ് ജോ ബൈഡനാണ്. ഇത് 46ാമത്തെ വൈസ് പ്രസിഡൻ്റാണ് ഡിക് ചെനി. അദ്ദേഹം അന്തരിച്ചു. ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ ഗോപി ചന്ദ് പി ഹിന്ദുജ അന്തരിച്ചു. ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ ഗോപി ചന്ദ് പി ഹിന്ദുജ അന്തരിച്ചു. പ്രശസ്ത ഹോളിവുഡ് നടി ഡയാൻ ലാഡ് അന്തരിച്ചു. അപ്പോൾ ഡയാൻ ലാഡ് പ്രശസ്ത ഹോളിവുഡ് നടിയാണ്, അവർ അന്തരിച്ചു. അടുത്തത് പ്രശസ്ത നടിയും ഗായികയുമായ സുലക്ഷണ പണ്ഡിറ്റ് അന്തരിച്ചു. ഇത് ബോളിവുഡ് നടിയാണ് സുലക്ഷണ പണ്ഡിറ്റ്. പ്രശസ്ത നടിയും ഗായികയുമായ സുലക്ഷണ പണ്ഡിറ്റ് അന്തരിച്ചു. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ VP മഹാദേവൻ പിള്ള അന്തരിച്ചു. അപ്പോൾ VP മഹാദേവൻ പിള്ള കേരള സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹം അന്തരിച്ചു. തമിഴ് നടൻ അഭിനയ് കിങ്ങർ അന്തരിച്ചു. തമിഴ് നടൻ അഭിനയ് കിങ്ങർ അന്തരിച്ചു. അടുത്തത് കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? കേരളം. ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ ക്വാമെ മംദാനി ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ ക്വാമെ മംദാനി. ആരാണ്? സൊഹ്റാൻ ക്വാമെ മംദാനി ഇന്ത്യൻ വംശജനാണ്. ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനും നഗര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമാണ് മംദാനി. അപ്പോൾ ന്യൂയോർക്ക് നഗര ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് മംദാനി. ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം. പ്രശസ്ത ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനാണ്. ലോകത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കി ചൈന. അപ്പോൾ ലോകത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനിൻ്റെ പേരാണ് CR450. അതിൻ്റെ പരീക്ഷണയോട്ടം നടന്നത് എവിടെയാണ്? ചൈന. അപ്പോൾ ചൈനയുടെ ഏറ്റവും വേഗമേറിയ ട്രെയിനാണ് CR450.